മണി 10 പെണ്ണ് കാണാനെന്ന് പറഞ്ഞ് ഉള്ളി പോയിട്ട് ഇത് എവിടെ പോയി കിടക്കുക? അവനുള്ളത് അവിടെ കാണാൻ അടച്ചു വെച്ചിട്ട് അമ്മ കിടന്നു തുടങ്ങി. പെണ്ണ് കാണാനാ പോകുന്നതെന്ന കാര്യം വഴിക്ക് വെച്ച് മറക്കാതിരുന്നാ മതി. അരണയുടെ ജന്മ അരണയുണ്ണി. കേക്കണ്ട. അമ്മയും മോനും കൂടി എന്നെ അരണയാക്കരുത്. നീ ഇങ്ങെത്തിയേ? ഇങ്ങെത്തിയിട്ട് 10-36 വർഷമായി. നിയമപുസ്തകം എന്റെ അസാന്നിധ്യത്തിൽ അമ്മയും മോനും കൂടി എന്നെ പറ്റി പരദൂഷണം പറയാല്ലേ? നിന്നെ പറ്റി എന്ത് പറയാൻ? എന്തൊക്കെ പറയാം. ഞാനൊരു ഇത്തിൽ കണ്ണിയാണെന്നും തീറ്റിപ്പണ്ടാരമാണെന്നും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറയാലോ. വല്ലതും പറയാനുണ്ട് എന്നെ മുഖത്ത് നോക്കി പറയരുതോ? നാണോ മാനോ ഇല്ലാത്ത ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? പെണ്ണിനെ കണ്ടു. സുന്ദരി, ജനന മരണ രജിസ്റ്റർ ഓഫീസിൽ ജോലി, മുട്ടാറ്റ മുടി, സിറ്റിയിൽ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിഞ്ഞു തരും. പക്ഷെ പെണ്ണിന്റെ തന്തയുടെയും തള്ളയുടെയും ചീട്ട് കീറിയ ശേഷം മാത്രമേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെച്ച് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ, അതുവരെ നിങ്ങളുടെ രണ്ടുപേരുടെയും താമസം വലിയ പ്രശ്നമാവുമല്ലോ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. കൊട്ടാരം പോലത്തൊരു വീടല്ലേ സിറ്റിയില്. ഏത്? ഇത് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് മാറി താമസിക്കുമ്പോഴേ അമ്മേ വയറ് വെച്ചിട്ട് ചോറ് വല്ലോണ്ട് വിളമ്പിത്താ, ഇല്ലേ ചീരയെങ്കിലും പറിച്ച് പുഴുങ്ങിത്താ. അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്, ചെന്ന് വാരി വാരി ഞണ്ണ് ചെല്ലേ. അമ്മേ വഴി നിന്ന് മാറിയിരിക്കുന്നേ. അരണേ, അതെങ്ങനാ? നീ ഇവിടെ പറഞ്ഞതൊക്കെ അവിടെ ചെല്ലുമ്പോഴേക്കും മറക്കും. നീ ഇവിടെ വന്നിരിക്കണോ? നിശ്ചയത്തിന് വന്നവരൊന്നും പോയി കഴിഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ വിഷമിച്ച് മാറിയിരിക്കുന്നുണ്ട്. അവർക്ക് എന്ത് തോന്നുന്നു? കുന്തം. ഒരു കാര്യം ആലോചിച്ച് സമാധാനമായിട്ട് ചെയ്യില്ല. അതാ നിന്റെ കുഴപ്പം. ബാലോട്ട് ഉപദേശിക്കുമെന്നാണോ? അതെ, കുറച്ച് ഉപദേശം കേട്ടെന്ന് കരുതി ഒരു തെറ്റും വരാനില്ല. നീ അങ്ങനെ ഒരു കത്തയച്ചത് ഭയങ്കര ചീപ്പായി പോയി. ഒരു ബ്ലാക്ക് മാർക്കുമായിട്ടില്ല നീ അയാളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോകുന്നത്. ആ ഒരു കണ്ണിലൂടെ അയാൾ നീ നിന്നെ കാണൂ. ഏത് കണ്ണിലൂടെ കണ്ടാലും എനിക്ക് പുല്ല. ബാലോട്ടിനൊന്ന് ശല്യം ചെയ്യാൻ എനിക്ക് പോകുന്നുണ്ടോ? ഇല്ല, പോകുന്നില്ല. എന്റെ ഗോപി സാറേ, നിശ്ചയത്തിനൊക്കെ നാളടച്ച് ക്ഷണിക്കാനൊക്കൂ. കല്യാണത്തിന് ഏതായാലും നിങ്ങളുടെ പരാതി ഒന്നും കേൾക്കരുത്. ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റ് ഇപ്പോഴേ കുറിച്ച് വെച്ചേക്കണം. അതും ആർഭാടമായിട്ടൊന്നും വേണ്ടാന്നാ നന്ദന്റെയും അഭിപ്രായം. ഒന്നോർത്താതെ നല്ലത്. എല്ലാരെയും കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിനാ. കല്യാണത്തിന് പങ്കെടുക്കാന്ന് പറഞ്ഞാ ഒരു ദിവസം വേസ്റ്റാ. നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. അതെ, ഈ കാര്യത്തിൽ ഒഴിയാവുന്ന കരുതട്ടാ. എങ്ങനെയുണ്ട്? മോഡൽ സാറിന് ഇഷ്ടമായോ? നോട്ട് ബാഡ്. പ്രിന്റ് മീഡിയ ബ്ലോക്ക് ലെറ്റർ വലുതായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാ. ഇൻവിറ്റേഷൻ കാർഡും സദ്യയുടെ ചെലവും ഞാൻ തന്നെ വഹിക്കുമെന്ന് അമ്മാവനോട് നേരത്തെ പറഞ്ഞിരുന്നു. ഓഹോ, ആ ചായ കുടി. പഠിക്കുന്ന BA കാണുന്നൊക്കെ പറഞ്ഞാലും ആദരയ്ക്ക് ഇപ്പോഴും കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ്. പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സഹധർമ്മിണിയാവാനുള്ള മെച്യൂരിറ്റി അവൾക്കുണ്ടോ എന്നാണ് എന്റെ ആശങ്ക. കുറച്ച് കുട്ടിത്വമില്ല, പിന്നെ ലൈഫിന് എന്താ ഒരു രസം. എന്റെ പ്രൊഫഷനിൽ ഒരുപാട് ടെൻഷനുണ്ട്. പിന്നെ ഫാമിലി ലൈഫ് കുറച്ച് ലൈറ്റ് ആയില്ലേ മനുഷ്യന് ഭ്രാന്ത് പിടിക്കില്ല. ഈ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളെ അല്ല അതിന് മാരേജ് ചെയ്യുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടാ. ഇതൊക്കെ പറഞ്ഞ് ഭാനു എന്നെ പേടിപ്പിക്കണം. അത്രയ്ക്കൊരു പ്രശ്നക്കാരിയാണോ എന്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നത്? അയ്യോ അല്ല, നേരത്തെ ഒരു പിക്ചർ ഉണ്ടായിരിക്കുന്നത് എത്രയായാലും നല്ലതല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. താങ്ക് യു. ഇപ്പൊ തന്നെ അവളെന്തോ ലെറ്ററോ ഗ്രീറ്റിംഗ് കാർഡോ ഒക്കെ എഴുതി അയക്കാൻ പോകുന്നുണ്ടെന്ന് അവിടെ പറയുന്നത് കേട്ടു. ഉള്ള കുസൃത്തരങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും. ഹാൻഡ് റൈറ്റിംഗും സാഹിത്യവും ഒക്കെ അറിഞ്ഞിരിക്കാവല്ലോ. വരട്ടെ. വക്കീലല്ലേ, അല്പം കുരുട്ട് ബുദ്ധിമണ്ടയിൽ ഉണ്ടാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഒന്നുകിൽ ആ ലെറ്റർ അങ്ങേർക്ക് കിട്ടിയിട്ടില്ല, അതല്ലെങ്കിൽ കിട്ടിയിട്ടും അങ്ങേരത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇനി നീയായിട്ടത് കുത്തിപ്പൊക്കി വലിയ പ്രശ്നമാക്കാതിരുന്നാ മതി. റെക്കോർഡ്സ് കംപ്ലീറ്റ് ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലെന്ന്? എല്ലാ പേപ്പേഴ്സ് പോലുണ്ട്, അതും ശക്തമായ എവിഡൻസ്. എന്ത് ശക്തം? ശരിയായ FIR ഇല്ല, സാക്ഷികളില്ല. റേപ്പ് നടന്നിട്ടുണ്ടെന്നും അതിന്റെ ആഘാതത്തിലാണ് മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ കൊല്ലപ്പെട്ട ഗായത്രി മേനോന്റെ ബോഡിയിലെയും വസ്ത്രങ്ങളിലെയും വിരലടയാളം ഭൈരവന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖകളില്ല. ഭൈരവന്റെ ബിസ്ക്കറ്റ് കമ്പനിയിൽ സംഭവ ദിവസം ഇന്റർവ്യൂവിനുണ്ടായിരുന്ന മറ്റു ഉദ്യോഗാർത്ഥികളെ കക്ഷി ചേർത്തിട്ടില്ല. ഫോറൻസിക് വിദഗ്ധരും ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടുകളും ഈ കേസിന്റെ അന്വേഷണത്തിൽ ഇൻവോൾവ് ആയിരുന്നു. എന്നിട്ട് അവരുടെ പേപ്പേഴ്സ് ഒക്കെ എവിടെ? സാറ് പറയുന്നത് കേട്ടാ തോന്നും ഞാൻ അന്വേഷണത്തിൽ അനാസ്ഥ കാട്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ എന്താണിത്? പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കോളിളക്കം സൃഷ്ടിച്ചൊരു മർഡർ കേസ് ഇങ്ങനെയാണോ ചാർജ് ചെയ്യേണ്ടത്? കൊലപാതകയെ കണ്ടുപിടിച്ച് കേസ് ചാർജ് ചെയ്തുകൊണ്ട് മാത്രമായില്ല, കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള തെളിവ് വേണം.
ഐ മീൻ കോൺക്രീറ്റ് എവിഡൻസ്. ഭൈരവനെതിരെ അങ്ങനെ എന്തെങ്കിലും തെളിവ് നിങ്ങൾ നിർത്തിയിട്ടുണ്ടോ? പോലീസ് കസ്റ്റഡിയിലുള്ള ചില സ്ഥിരം സാക്ഷികളെയല്ലേ നിങ്ങൾ വിറ്റ്നസ്സായി ചേർത്തിട്ടുള്ളത്? കോടതിയിൽ അവർ മൊഴി മാറ്റി പറയില്ലെന്ന് എന്താ ഉറപ്പ്? ഐ എം എ പോലീസ് ഓഫീസർ. കേസ് ഡിസ്കസ് ചെയ്യാനേ വന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ അന്ന് കോടതി മതി. വാദിക്കുന്ന കേസിലൊക്കെ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ ദൈവമൊന്നുമല്ലല്ലോ. കേസ് ഫയൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അത് കോടതിയിൽ വിശദീകരിക്കുന്ന ഒരു ഇടനിലക്കാരൻ മാത്രമാണ് നിങ്ങൾ. അത് ചെയ്താൽ മതി. അതെ, അത് തന്നെ ചെയ്യാൻ പോകുന്നു. വാലും തലയും ഇല്ലാത്ത ഈ കേസ് വാദിക്കുമ്പോ ഭൈരവനെ രക്ഷിക്കാൻ അയാളിൽ നിന്ന് എത്ര ലക്ഷം രൂപ വാങ്ങിയെന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് കോടതി പറയിക്കും. ഓ, കാണാം കാണാം. എടാ ഉണ്ണിയുടെ ആ, അപ്പുറത്തെങ്ങാനും കാണും. അവൻ കാപ്പ് കുടിക്കുന്ന കാര്യം മറന്നു കാണും. എടാ ഉണ്ണി, നീ കാപ്പ് കുടിക്കുന്നില്ലേ? കഴിക്കാനൊരു മൂടില്ലമ്മേ. ഞാൻ ഇന്നോ നാളെ ഇവിടുന്ന് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. അതെന്താ? കല്യാണ മുഹൂർത്തം അടുത്തടുത്ത് വരികയല്ലേ ഞങ്ങൾ രണ്ടാളുടെ. എടാ, നീ ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ? നീ അത് സീരിയസ് ആയിട്ട് എടുത്തത്? നീ തമാശയായിട്ട് പറഞ്ഞാണെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റേതായിട്ടൊരു ജീവിതം തുടങ്ങുമ്പോ ഞാൻ ഇനി ഇവിടെ പറ്റിക്കൂടുന്നത് ശരിയാണോ അമ്മേ? അമ്മ വിഷമിക്കണ്ട. അമ്മയുടെ രുചികരമായ പാചകം അനുഭവിക്കാൻ ഞാൻ ഭാര്യയും കൂട്ടി അടിക്കടി അല്ല ദിവസവും ഇങ്ങോട്ട് വന്നോളാം. ഇവിടെ അടുത്താണല്ലോ വീട്. നിന്റെ വീട് ദൂരെ ഞാനൊന്ന് കണ്ടില്ലല്ലോ. അവിടെ സംഗതിയൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യണ്ടേ? പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെന്ന് കരുതി വിളിക്കാൻ മടിക്കണ്ട. ഏത് സമയത്ത് ഞാൻ വരാം. നിന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ നിനക്ക് സമയമില്ല. വീട് മെനകെടാക്കാൻ അമ്മായിയപ്പൻ അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്. ഷോക്കേസ് ഉണ്ടാക്കുക. ഓ, ആഹാ, അപ്പൊ കല്യാണത്തിന് മുമ്പേ അമ്മായി അച്ഛൻ മരുമോനെ അങ്ങ് ഏറ്റെടുത്തു അല്ലേ? ഇത്രയും കാലം ഇവിടെ നിന്ന് അനുഭവിച്ച യാതനകളൊക്കെ ഈ കല്യാണത്തോടെ തീരുമെന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉറപ്പിച്ച അന്ന് മുതൽ എനിക്ക് നല്ല ടൈമാ അമ്മേ. എന്നാ ഒന്ന് കാപ്പി കുടി. കഴിക്കണോ? എന്നാ വേണ്ട. എന്നാ കഴിച്ചോളാം. വെറുതെ അതും ഇതൊക്കെ ആലോചിച്ച് ഞാൻ എന്തിനാ എന്റെ ശരീരം മെലിയിപ്പിക്കുന്നത് അല്ലേ? എന്താ ചമ്മന്തിയാ? ദോശ അമ്മേ? ആ, അവിടെ. ദോശ, ദോശ. ഓ, തണുത്തു പോയി. അയാൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫയല് കാണുന്ന മുമ്പ് തന്നെ അയാൾ കേസ് മുഴുവൻ പഠിച്ചിരിക്കുന്നു. കേസ് അയാളുടെ കയ്യിൽ നിന്ന് മാറ്റാൻ വഴിയൊന്നുമില്ല. വിട്ടിത്തരം പറയാതിരിക്കുക. പൊതുജന താല്പര്യമുള്ള കേസായോണ്ടല്ലേ എല്ലാവർക്കും സമ്മതനായ നന്ദകുമാറിനെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എടോ, തന്നെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ അവരുടെ ഇമേജ് കളഞ്ഞു വിളിക്കൂല. പിന്നെ എന്താ ഒരു മാർഗം? അതെ, ബലാത്സംഗത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടിയിരുന്നു. ഇപ്പൊ താൻ മാത്രമല്ല, തനിക്ക് വേണ്ടി അന്വേഷണ ചുമതല ഏറ്റെടുത്ത ഞാനും CI ഗോപാലക്കുറുപ്പും കൊടുക്കും. ജീവപര്യന്തം അകത്തുപോയി കിടക്കണ്ടെങ്കിലേ ആലോചിച്ച് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാനും സാറും ഒക്കെ രക്ഷപ്പെടണമെങ്കിൽ ആ വക്കീലിനെ വിചാരിക്കണം അല്ലേ? ആ, വിചാരിക്കണം. ഭൈരവനെ കൊണ്ട് അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആണായിട്ട് ജീവിച്ചിട്ട് എന്താ സാറേ കാര്യം? അല്ല, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? അത് തൽക്കാലം സാർ അറിയണ്ട. അയാളുടെ കല്യാണമല്ലേ, അതൊന്ന് കഴിഞ്ഞോട്ടെ. വലതുകാലം വെച്ച് കയറുമോളെ. വസന്തം വാഗമലരേ സുഗന്ധം സുരഭിലമാക്കി തുളുമ്പും തൂനിലാവാലെ തലോടി തളിരുടലാകെ പാരിളം തിങ്കളേ പൊന്നോമൽ ചുണ്ടിലെന്നും താമരത്തേനുലാവും പൈമ്പാലായി പെയ്തിറങ്ങാം ഒന്നരികെ വാ. വസന്തം വാഗമലരേ സുഗന്ധം സുരഭിലമാക്കി തുളുമ്പും തൂനിലാവാലെ തലോടി തളിരുടലാകെ.
ഉം.